അങ്ങനെ ദ ഫോൾ ഗായ് എന്ന് പറഞ്ഞ സിനിമ ഉണ്ട്. ഈ സിനിമ തിയേറ്ററിൽ കാണാൻ സാധിച്ചിട്ടില്ല, തിയേറ്ററിൽ മിസ്സാക്കിയൊരു പടമാണ്. ഇപ്പോൾ ഡിജിറ്റൽ അവൈലബിൾ ആയിട്ടുണ്ട് ഈ സിനിമ. സോ മൂവിയുടെ ഡയറക്ടർ എനിക്ക് ഓൾറെഡി അറിയാം, ഡേവിഡ് ലീച്ചാണ്. നമ്മുടെ ഡെഡ്പൂൾ, ബുള്ളറ്റ് ട്രെയിൻ, പിന്നെ ജോൺ വിക്ക് അതിൽ സംവിധാനം ചെയ്ത ചങ്ങായിയാണ്. സോ ഡേവിഡ് ലീച്ചിൻ്റെ പടത്തിനെ കൊണ്ട് നല്ലൊരു പ്രതീക്ഷ ഉണ്ട് ഈ സിനിമ. പ്രതീക്ഷ പോലെ തന്നെ നല്ലൊരു അടിപൊളി പടമായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു ഫാൾ ഗായ് എന്ന് പറഞ്ഞ സിനിമ. ആ ഒരു ഫാൾ ഗായ് എന്ന് പറയുന്ന ടൈറ്റിലിൽ സത്യം ഒത്ത എടുക്കിയിട്ടുള്ള ഒരു സിനിമയായിട്ട് തന്നെ ആ ഒരു സ്റ്റൺമാൻ്റെ ലൈഫും ആ സ്റ്റൺമാൻ എന്താണോ ഒരു കാണിക്കുന്ന സിനിമയാണ് മൊത്തത്തിൽ. സോ ഫുള്ളി ആ ഒരു സിനിമേൻ്റെ ടെക്കും കാര്യങ്ങളും അതിൻ്റെ ഒരു പൊളിറ്റിക്സും കാര്യങ്ങളും ചർച്ച ചെയ്യുന്ന സിനിമ തന്നെയാണ്. സോ ചുരുക്കം 2 മണിക്കൂർ പടമാണ് ഇത്. ആ 2 മണിക്കൂർ പടം കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഒരു കവറപ്പ് ചെയ്യുന്നുണ്ട്. ആ സ്റ്റൺമാൻ്റെ ആ ഒരു ജോലിയും കാര്യങ്ങളും അങ്ങനെയാണുള്ള കാര്യങ്ങളെല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് അത് കാണിക്കുന്നുണ്ട്. സോ ആ ഒരു കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ ഒരു ആക്ഷൻ കോമഡി ജനറിൽ വരുന്ന സിനിമ തന്നെയാണ്. സോ ഇതിനകത്ത് മെയിനായിട്ട് 2 ആൾക്കാരാണ് വരുന്നത്, എമിലി ബ്ലണ്ടും പിന്നെ റയാൻ ഗോസ്ലിംഗും ആണ്. സോ ഇവർ രണ്ടാളെയും ക്യാരക്ടർ കെമിസ്ട്രി അടിപൊളിയാണ് ഈ സിനിമയിൽ. അവർ ആ റിലേഷൻഷിപ്പും കാര്യങ്ങളും എടുത്ത് കാണിക്കുന്ന സംഭവം ഗംഭീരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. സോ ഈ സിനിമേൻ്റെ മെയിൻ പ്ലോട്ട് എന്ന് പറയുമ്പോൾ സിനിമേൻ്റെ പുറകെ പോകുന്ന എമിലി ബ്ലണ്ടിൻ്റെ ഒരു ക്യാരക്ടറും പിന്നെ റയാൻ ഗോസ്ലിൻ്റെ സ്റ്റൺമാൻ ആയിട്ടുള്ള ക്യാരക്ടറും അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പും അവർ തമ്മിലുള്ള ഒരു കോൺഫ്ലിക്ട്സും ആ ഒരു സിനിമ എടുക്കുമ്പോൾ കുറേ പ്രോബ്ലംസും കാര്യങ്ങളും കാണിച്ചുകൊണ്ടാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. അതാണ് ഈ മെയിൻ പ്ലോട്ടും. ബട്ട് അതിനെക്കാട്ടും കുറേ കാര്യങ്ങൾ, കുറേ ലേയേഴ്സും കാര്യങ്ങളും ഇതിനകത്ത് പോകുന്നുണ്ട്. ഒരു സാധാ ഒരു ലവ് സ്റ്റോറി ആയിട്ട്, ഒരു സിനിമയിൽ നടക്കുന്ന സാധാ ലവ് സ്റ്റോറി ആയിട്ട് നമുക്ക് ഈ സിനിമയെ കണക്കാക്കാം. അല്ലെങ്കിൽ ഒരു സ്റ്റൺമാൻ്റെ ഒരു സ്റ്റൺ കൊറിയോഗ്രാഫി എങ്ങനെയാണ് കാര്യങ്ങൾ എന്നെല്ലാം കാണിച്ചിരുന്ന സിനിമ. സോ അങ്ങനെയും കണക്കാക്കാം. അങ്ങനെ കുറേ ലേയേഴ്സ് എല്ലാം പറയുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ക എൻ്റർടൈനാണ്. ഫസ്റ്റ് തൊട്ട് അവസാനം വരെ നല്ല ഇങ്ങനെ എനിക്കൊരു ത്രില്ലടിച്ച് കാണാൻ പറ്റിയൊരു സാധനമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അത് നല്ല ഇങ്ങനെ ഭയങ്കര ഇഷ്ടമായി. ഈ ഡേവിഡ് ലീച്ചിൻ്റെ പടങ്ങൾ എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു ഫുള്ളി ഒരു എൻ്റർടൈൻ തന്നെ. ബുള്ളറ്റ് ട്രെയിനൊക്കെ പറയേണ്ട ആവശ്യമില്ല, ഡെഡ്പൂളും കാര്യങ്ങളിലും. സോ ഒരു കോമഡിയും കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. നല്ല കോമഡിയും കാര്യങ്ങൾ ത്രൂ ഔട്ട് കൊടുത്തിട്ടുണ്ട്. എസ്പെഷ്യലി ഫസ്റ്റ് ആക്ട് ഈ സിനിമേൻ്റെ എല്ലാം വരുമ്പോൾ അധികം കോമഡിയും കാര്യങ്ങൾ തന്നെയാണ്. കോമഡിയും കാര്യങ്ങളും മുന്നത്തെ സിനിമകളായ ബുള്ളറ്റ് ട്രെയിൻ, ഡെഡ്പൂളെല്ലാം വെച്ച് നോക്കുമ്പോൾ അത്ര വലിയ ചിരിക്കാനും കാര്യങ്ങളും കോമഡി ഇല്ലെങ്കിലും ഒരു സിനിമക്കൊത്തായിട്ടുള്ളൊരു കോമഡിയും കാര്യങ്ങളും ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ബ്ലാക്ക് കോമഡിയും കാര്യങ്ങളും മൂപ്പർ കുറേ യൂസ് ചെയ്താണ്. ഇതിനകത്തും ബ്ലാക്ക് ഹ്യൂമറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്, ബട്ട് കുറവാണ് കമ്പയർ ടു അതർ സിനിമകൾ മൂവർ ചെയ്ത് വെച്ചിട്ട് ഇത് കുറവ് തന്നെയാണ്. അപ്പോൾ ഉള്ള കോമഡിയിൽ നന്നായിട്ടുണ്ട് ഈ സിനിമ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ ആക്ഷൻ സീക്വൻസ് ഒക്കെ ഇത് ഫുള്ളി ആക്ഷൻ സീക്വൻസ് ആണെന്ന് ഒരിക്കലും പറയില്ല ഈ പടത്തിനെ പറ്റിയിട്ട്. അതായത് തുടക്കം തൊട്ട് അവസാനം വരെ മൊത്തം ആക്ഷൻ സീക്വൻസ് അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ഉള്ള ആക്ഷൻസ് അവിടെ ഇവിടെ ആയിട്ടെല്ലാം കൊടുത്തിട്ടുണ്ട്. എസ്പെഷ്യലി ഈ സിനിമേൻ്റെ സെക്കൻഡ് ആക്ട്, തേർഡ് ആക്ട്, ക്ലൈമാക്സ് പോർഷനിലൊക്കെയാണ് ഫുള്ളി ഒരു ഗംഭീര ആക്ഷൻ സീക്വൻസും കാര്യങ്ങളും പിടിച്ചിട്ടുള്ളൂ. അതെല്ലാം ഗംഭീരമായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എസ്പെഷ്യലി ക്ലൈമാക്സ് പോർഷനൊക്കെ ഗംഭീരമാണ്. ആ ഒരു VFX, ആ സ്റ്റൺമാൻ്റെ ഒരു ക്യാരക്ടർ, ആ ആംഗ്ലോസിൻ്റെ ക്യാരക്ടറിൻ്റെ ആ ഒരു ഡിഫിനിഷനും അതൊക്കെ ഗംഭീരമായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് കുറച്ച് പൊളിറ്റിക്സ്, ആ ഒരു സിനിമക്കാർ തമ്മിലുള്ള പൊളിറ്റിക്സും കാര്യങ്ങളും കുറച്ച് അങ്ങോട്ടും ഇവിടെ ആയിട്ട് സംസാരിക്കുന്നുണ്ട്. അത് ആ ഒരു പൊളിറ്റിക്സ് പറയാൻ വേണ്ടി മാത്രമായിട്ട് ഈ സിനിമ ഉണ്ടാക്കിയപ്പോൾ നമുക്ക് ഫീൽ ചെയ്യില്ല. അത് ഉണ്ടായി വരുന്നതാണ്. അത് ഇവിടെ ആയിട്ട് ഡേവിഡ് ലീച്ചിക്ക് പറയുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ തോന്നുന്നത്. എസ്പെഷ്യലി സ്റ്റൺമാൻ ഈ ഓസ്കാറും കാര്യങ്ങളൊന്നും കൊടുക്കില്ല എന്നുള്ള ഒരു കാര്യമുണ്ട്. സോ എന്തുകൊണ്ട് സ്റ്റൺമാൻ ഓസ്കാർ അവിടെ കൊടുക്കുന്നുള്ള ഒരു കാര്യം എനിക്കിപ്പോൾ ഡൗട്ടാണ്. സത്യം പറഞ്ഞാൽ കൊടുക്കണം തന്നെയാണ് എൻ്റെ ഒരു ഇത്. കാരണം ആ ഒരു കാര്യം തന്നെ ഇതിൻ്റെ അകത്ത് ഇടയ്ക്കിടയ്ക്കെല്ലാം പറയുന്നുണ്ട്. സോ ആ ഒരു ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ എനിക്ക് മനസ്സിലായി എത്രത്തോളം സ്റ്റൺമാനൊക്കെ കഷ്ടപ്പെടുന്നത് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ളത്. സോ അതൊക്കെ ഡിഫൈൻ ചെയ്യേണ്ട സിനിമ തന്നെയാണ്. അതാ പറഞ്ഞ കുറച്ച് പൊളിറ്റിക്സും കാര്യങ്ങളും ഉണ്ട് എന്ന്. അതെല്ലാം അവിടെ ഇവിടെ ആയിട്ട് ഉണ്ടായി വരുന്നുണ്ട്. ബട്ട് ആ സിനിമേൻ്റെ കഥയിൽ ഒഴുക്കിൽ നമുക്ക് അങ്ങനെ പിടികിട്ടില്ല. സോ ആക്ഷനും കോമഡിയും മൊത്തം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഫുള്ളി എൻ്റർടൈനർ തന്നെയാണ്. ആക്ഷൻ എന്ന് പറയുമ്പോൾ ഉള്ള ആക്ഷൻസ് ഒക്കെ ഗംഭീരമാക്കി വെച്ചിട്ടുണ്ട്. ആ ഒരു റയാൻ ഗോസ്ലിംഗ് അതിൻ്റെ സ്റ്റൺസും കാര്യങ്ങളും അടിപൊളിയാണ്. അതിന് നല്ല ഇങ്ങനെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ആ ഫാൾ ഗായ് എന്ന് പറഞ്ഞ ടൈറ്റിലിന് ഒത്ത തന്നെയാണ്. പിന്നെ ഇവർ രണ്ടാളെയും കെമിസ്ട്രിയും കാര്യങ്ങളും ഞാൻ ഓൾറെഡി പറഞ്ഞു. അത് ഗംഭീരമാക്കി വെച്ചിട്ടുണ്ട്. ആ ഒരു റിലേഷൻഷിപ്പും കാര്യങ്ങളും അത് പെട്ടെന്ന് സിനിമയെ തുടങ്ങുമ്പോൾ തന്നെ ഇവർ ആ ഒരു കാര്യം പെട്ടെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് പോകുന്നത്. ബട്ട് ലേറ്റർ ഇവർ തമ്മിലുള്ള ബോണ്ടും കാര്യം നമുക്ക് നല്ല തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. സോ നല്ലൊരു പക്ക എൻ്റർടൈനാണ്. ഫസ്റ്റ് ഹാഫ് ചിലപ്പം ചിലവർക്കെല്ലാം ലാഗ് അടിച്ചേക്കാം, ഒരു ചെറിയൊരു ട്രാക്കിങ് പോലെ തോന്നിയേക്കാം. ബട്ട് എനിക്ക് ഇങ്ങനെ തോന്നിയില്ല. എനിക്ക് ഫുള്ളി ഒരു പക്ക എൻ്റർടൈൻ ആയിട്ട് തന്നെ ഫീൽ ചെയ്തത്. ഞാൻ നല്ല രീതിക്ക് എൻജോയ് ചെയ്തു. സോ തിയേറ്റർ മിസ്സായി പോയാലോ ഒരു വിഷമമുണ്ട്, ബാക്കി വേറെ ഒന്നുമില്ല. ചിലവർക്ക് ഈ സിനിമ ഇഷ്ടപ്പെടാം. മുമ്പത്തെ ബുള്ളറ്റ് ട്രെയിൻ, ഡെഡ്പൂൾ വെച്ച് കമ്പയർ ചെയ്ത് സിനിമ കാണുന്നത് എനിക്ക് പറയാം. ആ ഒരു ടൈറ്റിൽ ഒത്ത സിനിമ തന്നെയാണ്. അതുപോലെ തന്നെ നല്ല ഇങ്ങനെ മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. മേക്കിംഗ് ഗംഭീരമാണ്. ആ ഒരു സിനിമ എങ്ങനെയാണ് മേക്ക് ചെയ്യേണ്ടത്, ഇപ്പോൾ 2 സ്ക്രീൻ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും അതൊക്കെ ആ ഒരു സീൻസൊക്കെ കാര്യങ്ങളുണ്ട് ഇതിനകത്ത് ആഡായിട്ട്. അതെല്ലാം ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ കുറേ എലമെൻറ്റ്സ് ഒക്കെ ഉണ്ട് ഈ സിനിമയിൽ. നല്ല കുറേ ലെയേഴ്സ് ഉള്ളൊരു പടമാണ്. സോ കണ്ടിട്ട് എന്താണെന്ന് കണ്ടോക്കും, ഒരു പ്രാവശ്യം കണ്ടോക്കും. ഒരു മസ്റ്റ് വാച്ച് ആയിട്ട് ഗംഭീര കിട്ടുന്ന സിനിമ ഒന്നും പറയാനില്ല. ബട്ട് അടിപൊളി പടം തന്നെയാണ്. നല്ല ഈ തന്നെ ഡേവിഡ് ലീച്ച് മേക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ ഇപ്പോൾ ഡിജിറ്റലി അവൈലബിൾ ആണ് പടം. കണ്ടിട്ട് എന്തായാലും കണ്ടോക്കുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ അടുത്ത വീഡിയോ വീണ്ടും കാണാം. നന്ദി.